ഹായ് എവരിവൺ, CSIR നെറ്റ് 2025 ഡിസംബറിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആപ്ലിക്കേഷൻ ഫോം ഇപ്പോൾ റണ്ണിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 25 ഒക്ടോബർ 2025 തൊട്ടിട്ട് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആണ്. 24 ഒക്ടോബർ വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. കുറച്ച് ദിവസം കൂടി ഉള്ളൂ, നമ്മുടെ കൂടി വന്ന 4-5 ദിവസം ഉള്ളൂ നമ്മുടെ കയ്യിൽ. അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ 25-ാം തീയതി ഫീസ് അടയ്ക്കാം. അതായത് ഇപ്പൊ 24-ാം തീയതി നിങ്ങൾ എല്ലാ പ്രൊസീജിയറും ആപ്ലിക്കേഷൻ ഫോമിലെ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ എല്ലാ പ്രൊസീജിയറും ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിടുക, ആപ്ലിക്കേഷൻ ഫോം രജിസ്റ്റർ ചെയ്തിടുക. അതിനുശേഷം ഇനി സപ്പോസ് 24-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും 25-ാം തീയതി ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 25-ാം തീയതി വരെ ഫീസ് അടയ്ക്കാം നിങ്ങൾക്ക്. ഇപ്പൊ സപ്പോസ് പേയ്മെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സെർവർ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്കിങ് ഇഷ്യൂ ഒക്കെ വരികയാണെങ്കിലും നിങ്ങൾക്ക് 25-11 PM, അതായത് 11:50 PM വരെ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കറക്ഷൻ വിൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ, കറക്ഷൻ ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഒന്ന് മാറ്റണം, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 27-ാം തീയതി ഓപ്പൺ ആയിട്ട് കിട്ടും. 27 മുതൽ 29 വരെ കേട്ടോ. സോ നിങ്ങൾ ഈ ഒരു ഡേറ്റുകൾ ഓർത്ത് വെക്കുക. ഈ ഡേറ്റ് മറക്കരുത്. 24 ഒക്ടോബർ 2025 ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ടത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താ പറയാനുള്ള വെച്ചാൽ, എക്സാമിന്റെ ഡേറ്റിന് വ്യത്യാസമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. 18 ഡിസംബർ 2025 തന്നെയാണ്. നിങ്ങളുടെ സബ്ജക്റ്റുകൾ നിങ്ങൾ നോക്കുക, എന്തൊക്കെയാണ് നിങ്ങളുടെ സബ്ജക്ട് CSIR നെറ്റിൽ വരുന്നത് അത് നോക്കുക. 2 ഷിഫ്റ്റുകളായിട്ടാണ്. ഇനി അത് അഡ്മിറ്റ് കാർഡ് ഒക്കെ മെല്ലെ പിന്നാലെ വന്നു തുടങ്ങും, എക്സാം സിറ്റി ഒക്കെ. ആദ്യം ഇതിന്റെ പ്രൊസീജിയർ ആപ്ലിക്കേഷൻ ഫോം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ അഡ്മിറ്റ് കാർഡിന്റെ കാര്യങ്ങളും എല്ലാം വരിക കേട്ടോ. അപ്പൊ ഈ ഡേറ്റുകൾ നിങ്ങൾ മറക്കരുത്. 24-ാം തീയതി ആണ് ക്ലോസിംഗ് ഡേറ്റ്. 25-ാം തീയതി ഫീസ് അടച്ച് ക്ലോസ് ചെയ്യാനുള്ള ഡേറ്റും ഒക്കെ മറക്കരുത്.